ഇന്ന് നമുക്ക് ക്യാബേജും മുട്ടയും കൂടി തോരൻ ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ഇടാറില്ല. ഇവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ സവാള കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് നാളികേരവും കരിവേപ്പിലയുടെ ഒരു തണ്ട് കരിവേപ്പിലയുടെ ഇല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം എന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നടുക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. തീ ചെറുതാക്കി വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഞാനിവിടെ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചേർക്കാവൂ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാബേജ് മുട്ട തോരൻ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും കൂടി ഇത് ഉപയോഗിക്കാം.